ചന്തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചന്തിയല്ല ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ? ദൈവം ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത ആൾക്കാരാണ് ചീത്ത വിളിക്കോളൂ. രണ്ട് പല്ല് പോയി കണ്ടെടുക്കും. എന്താണ് നിങ്ങളിങ്ങനെ നോക്കണേ? ഗുഡ് മോർണിംഗ്. നമ്മൾ കൊല്ലത്തെ വീട്ടിൽ പോവാണ്. കുറച്ചായി കൊല്ലത്തെ വീട്ടിൽ പോയിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് പോകാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങി. ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ അലോട്ട് പറഞ്ഞിരിക്കുമോ, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു. കുറച്ചധികം ദിവസമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ പോണ വഴി ഇവിടെ ഹോട്ടലിൽ കയറിയിരിക്കുക കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പം എന്താ പത്തിരിയും ബീഫും പറഞ്ഞു. ഞാൻ വെജ് കഴിക്കണം എന്നാണ് വിചാരിച്ചത്. ഭയങ്കര പക്ഷെ ഇവിടെ ഇല്ല. ഇപ്പം ഇവിടെ പണി നടക്കണോണ്ടേ കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇപ്പം ഇവിടെ പണി നടക്കണുണ്ടോ? പണി നടക്കണത് കാരണം ഫുള്ള് ബ്ലോക്കാണ് ഇവിടെ. അതുകൊണ്ട് നല്ല കടകളൊന്നുമില്ല. അപ്പോൾ ഉള്ള കടയിൽ വേണമെന്നില്ല. മണിക്കുട്ടി കടയിൽ നിന്ന് കഴിക്കാന്ന്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മണിക്കുട്ടീനെ വീട്ടിൽ കൊടുത്തിട്ട് പോവാന്നാണ്. കാരണം അനുകുട്ടിയുടെ കസിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഡോഗിനെ കൊണ്ട് പോകുമ്പോൾ അത്ര കൺവീനിയൻ്റ് അല്ലല്ലോ. പിന്നെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സിലൊന്നും നമുക്ക് കയറാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് വീട്ടിലേപ്പിക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ ഇപ്പം മഴ പെയ്യണോണ്ട് അമ്മയ്ക്ക് ഷോപ്പിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല. ഷോപ്പിലൊക്കെ വെള്ളം കയറും, കൊച്ചിയാണല്ലോ, വെള്ളം കയറും, ചെളിയും വെള്ളമൊക്കെ മിക്സ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് മണീനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ മണീനെയും കൂട്ടിയാണ് പോകുന്നത്. മണിക്കുത്തൻ രാവിലെ ഫുഡ് കഴിച്ചില്ല. അതുകൊണ്ട് അമ്മ ഫുഡ് പാഴ്സൽ ചെയ്ത് തന്നു. ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സ്ലോ മോഷനിൽ പോവാ അല്ലേ മനിയെ? എന്താണ് നിങ്ങളിങ്ങനെ നോക്കണേ? അല്ലേ മനിയെ? പിന്നെയാണെന്നുണ്ടെങ്കിൽ രാവിലെ കറക്റ്റ് സമയത്ത് ഇറങ്ങിയില്ല എന്നും പറഞ്ഞു അന്നക്കുട്ടി എൻ്റെ ബഹളം. ഇന്ന് മൊത്തത്തിലൊരു ബാഡ് സ്റ്റാർട്ടിങ് ആയിരുന്നു. നമ്മുടെ പത്തിരി ആൻഡ് ബീഫ് കറി റെഡി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ദേശക്കാരൻ ലെസ്ലി ജോസഫ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചന്തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ചന്തിയല്ല ചന്തിരൂർ, ചന്തിരൂരില് പുട്ടും കട്ടനും റെസ്റ്റോറന്റ്. ഇന്റീരിയർ നല്ല രസമുണ്ട്. ഇന്റീരിയർ മാത്രമല്ല, ബീഫ് നല്ലല്ലേ? ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊറോട്ടയും ബീഫും കൊള്ളാട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന വെച്ച് നോക്കിയാൽ ബെറ്റർ ബീഫും പൊറോട്ട ആയിട്ട് എനിക്ക് തോന്നി. ഇന്ന് മാത്രമാണെന്ന് അറിയത്തില്ല, പക്ഷെ ഫുഡ് നല്ലതായിരുന്നു. ഇന്ന് കഴിച്ചാൽ നല്ല ഫുഡായിരുന്നു. പൊറോട്ട നല്ല മെരിഞ്ഞ ഇപ്പം അടിച്ചായിരുന്ന പൊറോട്ട ആയിരുന്നു. നമ്മുടെ പരിഷ്കാരി ഡോഗുമായിട്ട് ഇവിടെ നിൽക്കുക. ഞങ്ങളിവിടെ വണ്ടി കുറച്ചു നേരം നിർത്തി. വണ്ടിയിൽ ഇരുന്നിരുന്ന ഒരാൾ മടുത്തൊന്നു. നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ അങ്ങനെ സ്കൂട്ടറിൽ പോയി. എന്നിങ്ങനെ കാണിച്ചു. നമ്മള് ഇവിടെ റെസ്റ്റ് എടുക്കാൻ നിർത്തി. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ പറ്റും. ഗ്യാസ് കയറണാണോ വൊമിറ്റ് ചെയ്യാൻ വരാണോ അത് ഞാൻ വിചാരിച്ചൊരു പഴം കഴിച്ച് നോക്കാൻ. വിശന്നിട്ടല്ല, എന്തോ യാത്രയുടെ ആണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ യാത്ര ചെയ്ത് ലൊക്കേഷൻ എത്താറായി. നമ്മളിപ്പോൾ കൊല്ലം വീട്ടിലോട്ടല്ല പോണേ. ആദ്യം വിചാരിച്ചത് കൊല്ലത്ത് ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാന്നാണ് വിചാരിച്ചിരുന്നേ. ഇപ്പം നമ്മൾ നേരെ ഇവരുടെ പള്ളിയുടെ അങ്ങോട്ടേക്കാണ് പോണേ അല്ലേ? ഞങ്ങള് ഈസ്റ്റ് കല്ല നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളൂ. അവിടെ കൊടുവിള എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കൊടുവിള അവിടേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അങ്ങനെ അന്നക്കുട്ടിയുടെ പള്ളിയിലെത്തി. ഇതാണ് അന്നക്കുട്ടിയുടെ പള്ളി അല്ലേ? സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച്. പള്ളിയാണെങ്കിൽ പപ്പ നിക്കണോ? പപ്പ, മമ്മി, പിന്നെ ആരാളത്, പിന്നെ കുറച്ച് കസിൻസ്. മമ്മി ഇതിവിടെ അങ്ങനെ നോക്കിക്കാണല്ലോ. നമ്മുടെ അന്നക്കുട്ടിയുടെ കസിൻസ് ആണ് കേട്ടോ. പേര് പറഞ്ഞെ? ഹെലിന. പണ്ട് മുതലേ ഞാൻ വന്നപ്പോ മുതലേ ഭയങ്കര ഇങ്ങനെ ഓടി വന്നൊക്കെ വർത്താനൊക്കെ പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ? അടുത്ത വ്ളോഗിൽ വരാം. ഇത് അന്നക്കുട്ടിയുടെ കസിന സാജു. ബിനി ചേച്ചി. നമ്മള് ഇത് സിനി ചേച്ചി.
അനുചേച്ചി പിന്നെ സ്ഥിരമായിട്ട് അറിയാം എൻ്റെ വ്ളോഗിൽ വന്നിട്ടുള്ളതുകൊണ്ട് ചെത്ത അനുചേച്ചിയായി ഇപ്പോ. അടിപൊളിയായിട്ടോ ഓട്ടോ മേടിച്ചെന്ന് പറഞ്ഞ് മേടിച്ച ഓട്ടോ ഞാൻ വിചാരിച്ചു. പിന്നെ വേറെ കുറെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാരും കൂടി ഉള്ള ഒരു ഗെറ്റ് ടുഗെദർ പോലെ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ചമ്മലായതുകൊണ്ട് ഞാൻ പിന്നെ കുറെ നിന്ന് ഷൂട്ട് ചെയ്തില്ല, ഇങ്ങനെ പറഞ്ഞ്. പപ്പാടെ കുടുംബ കല്ലറ അത് പറയാറുള്ളത്. ഓ അതെ മിക്കവാറും അതിനകത്ത് ഞങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് ഫോട്ടോസൊക്കെ കൊടുക്കാല്ലേ. ദൈവം ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത ആൾക്കാരെ ചീത്ത വിളിക്കോളൂ. അല്ല വല്ലവനെ കല്ലറ ഷൂട്ട് ചെയ്യണ്ട. അല്ല അങ്ങോട്ട് പോവാം, വീട്ടിൽ അവിടെ പോയിട്ട് പോവാം. ദയാന്റെ കുട്ടിയുടെ കസിൻ ആട്ടോ ജിമ്മി ചാച്ചി. അടിപൊളിയാ, നല്ലോണം കുക്കൊക്കെ ചെയ്യും. ആ നല്ല സൂപ്പർ ആയിട്ട് ഫുഡ് ഉണ്ടാക്കും. എന്താ മിണ്ടല്ലേ, എല്ലാം അക്സെപ്റ്റ് ചെയ്തു. ആ ഇതാണ് ചേച്ചിയുടെ മോള്. എന്റെ പേര് ഏതാ? കിത്തു അല്ല സോറി, എന്താ കാരൻ. കാരൻ രണ്ട് പല്ല് പോയി കണ്ടെടുക്ക്. 6 വയസ്സിന്റെ പല്ല് പോവാ. നമ്മൾ പള്ളിയിൽ നിന്ന് നേരെ ജിമ്മി ചാച്ചിന്റെ വീട്ടിലോട്ട് വന്ന് ഇവിടെ വീട് കാണുന്നുണ്ട്. ഡ്രസ്സാട്ടോ കാണിച്ചു തരാം. ഫുൾ ഇങ്ങനെ ഗാർഡനൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇടയക്കോടെ ഇങ്ങനെ പുല്ലൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ കാണുമ്പോഴേക്കും നല്ല വൈബായിട്ടുള്ള, ഇവിടെ ഇങ്ങനെ ചീവീടിൻ്റെ ശബ്ദവും അങ്ങനെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നും. ചുറ്റിനും ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു തണുപ്പൊക്കെ ആയിട്ട് ഒരു രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോരോ മാറ്റങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ കുറേ ഇങ്ങനെ റിനോവേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. നല്ല ഭംഗിയാക്കി ഇങ്ങനെ വീട് നല്ലോണം രസമാക്കിയിട്ട് വെച്ചേക്കുക. പിന്നെ ഞങ്ങൾ അകത്തൊക്കെ കയറി ഫുഡ് കഴിച്ചു ഇങ്ങനെ കുറേ വർത്തനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് ബോബൻ ചാച്ചനായിട്ട്, ഇത് അന്നക്കുട്ടിയുടെ കസിനാണ്. ആൾ ഭയങ്കര രസമാണ്, സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. മണിക്കുട്ടി അവിടെ ഒരു പൂച്ചക്കുട്ടിയെ കണ്ടിട്ട് നിൽക്കുക. എനിക്കിപ്പോ പിടിക്കണം. വിട്ട് കഴിഞ്ഞാൽ ഓടും. ഒന്ന് മറ്റേ പുറകെ ഓടിയതാ. ഇത് ഈ കിണറിൻ്റെ ഇതുണ്ടാ, കിണറ്റിൽ ഇങ്ങനെ വെച്ചാൽ കപ്പി ഇതേണ്ട സെറ്റ് എല്ലാം തിരിച്ചതേപോലെ നടഞ്ഞിരിക്കും. മറ്റേ നമ്മളല്ലാതെ കെട്ടല്ലായിരുന്നു പണ്ടത്തേക്ക്. ഇത് എത്ര തൊടിയാ? ഇത് വല്ല ആഴമുണ്ടല്ലോ. ഇത് ജിമ്മി ചാച്ചിന്റെ മോൻ റോഷൻ. എന്താ എത്ര പഠിക്കണേ? സോറി കോച്ചിങ്ങിന് പോവാണ്. റാങ്ക് കോച്ചിങ്ങിന് പോവാണ്. ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരിക്കണു. കോഴി എന്തൊരു കൊതുക് ഇവിടെ. മണി ഇങ്ങനെ നോക്കണു. മണി ചാടണ്. ഇതേ രുചിയുള്ളൊരു സാധനമാണല്ലോ ഞാൻ കഴിക്കണേത്. ഇതേ മണമാണല്ലോ അതിനൊന്ന്. മണി കോഴീനെ കണ്ടിട്ട് ചാടി നിക്കുന്നു. ആദ്യമായിട്ടായിരിക്കും കോഴീനെ കാണുന്നേ. എന്താ മണി? ആരാത്? മണി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ മണി? അത് പൂവൻ കോഴിയാ? അല്ല, 2 കോഴിയുള്ളോ? പാപ്പ ഇങ്ങോട്ട് വാ. നീ അപ്പി നിന്നുള്ള പരിപാടിയായിരിക്കും. ഇവിടെ മുളകൊക്കെ ഉണ്ടല്ലേ. നമ്മള് ഇനി വേറൊരു കസിൻ്റെ വീട്ടിലാട്ടോ ഞാൻ കാണിച്ചു തരാവേ. ഞാൻ വന്നിട്ടില്ല ഇവിടെ. ഇതൊരു പുതിയതായിട്ട് വെച്ച വീടാ. അയ്യോ. അപ്പോൾ വീടിൻ്റെ പണി നടക്കുവാന്ന് കേട്ടോ പറഞ്ഞത്. പക്ഷെ നല്ലൊരു ക്യൂട്ടായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു വീട് പോലെ ആട്ടോ എനിക്ക് തോന്നി. ഇവിടെ
സെൻറ്ററിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലായിടത്തോട്ടും ഇങ്ങനെ കണ്ണെത്തണ പോലത്തെ വീട്. ഓപ്പൺ കിച്ചണൊക്കെയാണ്. അപ്പം അത് എനിക്കിഷ്ടമാണ് കേട്ടോ ഓപ്പൺ കിച്ചൺ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഫുൾ അടുക്കളയിൽ നിൽക്കണം എന്നുള്ളൊരു ഫീൽ വരും. ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാവില്ല. മൊത്തത്തിൽ എല്ലായിടത്തും നിന്ന് നമുക്കിങ്ങനെ എല്ലായിടത്തേക്ക് നോട്ടം എത്തണ പോലെ ഒന്ന് എനിക്കിഷ്ടപ്പെട്ടു. ക്യൂട്ട് കുഞ്ഞായിട്ടുള്ള വീട്. പിന്നെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് കൊല്ലത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെ മഴ ഉണ്ടായിരുന്നു ഇവിടെ? ഇന്നലെ അവിടെയൊക്കെ ഭയങ്കര കാറ്റിങ്ങനെ വീശി മഴയായിരുന്നു. അവിടെ കാറ്റുണ്ടായിരുന്നു. ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. നല്ല കാറ്റ് വീശി. പക്ഷെ ഇന്ന് വലിയ മഴയില്ല. എൻ്റെ ഫോണിലാണെങ്കിൽ അലേർട്ട് വന്നു. അലേർട്ട് വരുന്ന ദിവസം മഴ പെയ്യത്തില്ല. അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ. നമ്മൾ കൊല്ലത്തെ വീട്ടിലോട്ട് പോവാണ്. അനൂപി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. അവളുടെ മൊഹേ മാറിപ്പോയിട്ടാ. പല്ലൊക്കെ വരും. സൈക്കിള് മേടിക്കാൻ അതാ മുടി കെട്ടിയിട്ടോണ്ടായിരിക്കും. ഇപ്പൊ ചെക്കന്മാരും ഒക്കെ കമ്മലിടുവല്ലോ. ആടുങ്ങളെ സൈക്കിൾ കാണിച്ചു. അപ്പൊ ഈ സൈക്കിള് മതിയോ നമ്മ ചോദിച്ചപ്പോ അത് പെണ്ണുങ്ങളുടെ ആണെന്ന് പറഞ്ഞു. അവരങ്ങോട്ടാക്കണോ അല്ലേ? ശരി എന്നാ ബൈ ബൈ. നമ്മളങ്ങനെ വീട്ടിലെത്തി. ഇത് അനോവയുടെ പുതിയ കാർ. വന്ന ഉടനെ തന്നെ അനോവ പുതിയ കാർ കാണിച്ചു തരാം. പിന്നെ മാമു ഇതിൽ വെക്കാം, വണ്ടി പോത്തില്ല. പിന്നെ ഒന്നും കൂടെ നോക്കട്ടെ ഇതെങ്ങനെ മറ്റേ ചവിട്ടുന്നേ ശരിയുള്ള പോലെ. ഏതെങ്കിലും ഒരു വണ്ടി ഓടിച്ചു പഠിക്കണം പറഞ്ഞു വരും. പഠിക്കുന്നില്ല. നിങ്ങളെ പോലുള്ള ഒരാളുണ്ടെങ്കിൽ പഠിക്കൂല. അതിന്റെ ഒരു ഫിറ്റിംഗ് പോയി. ബാക്കിൽ ഒരു സ്റ്റെപ്പ് നല്ല ചന്തമാണ്. ഒരാള് ഓട്ടോമാറ്റിക്കലി മാനുവലും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.